സംസാരിക്കാൻ തന്ന ആലോചനയിലേക്ക് കടക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേർഡ്സ് 14. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ നമ്മൾ ആരാവും? ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും. അപ്പം ഞാൻ ഈ മെസ്സേജ് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഈ ദൂത് കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ തന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്. നമ്മുടെ എല്ലാം പേരുകൾ വിശ്വാസികളെന്നാണ്. സോ നമുക്ക് പറയുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് വിശ്വാസം ഉണ്ടെന്ന്. പക്ഷെ ശരിക്കും നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എപ്പോഴറിയുന്നെന്നറിയാമോ? ഒരു വിഷയം വരുമ്പോഴാണ്. ഞാൻ ഇന്നലെ വുമൻസ് കോൺഫറൻസിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഇപ്പം കേൾക്കാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ആ എക്സാമ്പിൾ ഒന്നും കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്ത് ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പം ചിലർ ചോക്ലേറ്റും പെർഫ്യൂംസൊക്കെ കൊണ്ടുതരും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പെർഫ്യൂമാണ്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വരുന്ന പെർഫ്യൂം. അതിൻ്റെ പ്രത്യേകത കുഞ്ഞു ബോട്ടിലായിരിക്കും, പക്ഷെ ആ ബോട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ. നോട്ട് ലൈക്ക് സ്മോൾ. ഇന്ന് പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഐ ഗോട്ട് ലൈക്ക് ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽ ബോട്ടിൽസൊക്കെ കാണാം, നല്ല ആർട്ട് വർക്കൊക്കെ ഉള്ളത്. ശരിക്കും ഇത്രേ കാണത്തുള്ളൂ ആ ബോട്ടിൽ. എനിക്കൊന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് അതിന് അത്രയും പൈസ കൊടുക്കുന്നത് ബിക്കോസ് ഓഫ് ദ ബോട്ടിൽ. ഐ തിങ്ക് വളരെ തിക്കാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രത്യേകത നല്ല മണമുള്ള നല്ല പെർഫ്യൂമാണ്. ഗൾഫിലൊക്കെ പാർക്കുന്നവർക്ക് അറിയായിരിക്കും. നാട്ടിൽ വരുമ്പോൾ എല്ലാ ഗൾഫുകാരുടെ കയ്യിൽ ഓരോ പെർഫ്യൂം ബോട്ടിൽ കാണും. എല്ലാവർക്കും ഓരോ കുടുംബത്തിന് ഓരോന്നായിട്ട് കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ ഞങ്ങൾ 4 പെൺപിള്ളേർ പിന്നെ പപ്പ മമ്മി. ഇപ്പം ഞങ്ങൾ ഇത്രയും പേര് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരും. അതുകൊണ്ട് പപ്പ എന്തെന്ന് വെച്ചാൽ വല്ല ഒക്കേഷന് പോകുമ്പോൾ മാത്രം പപ്പയുടെ അലമാരിയിൽ നിന്ന് അത് എടുത്ത് തരും. എന്നിട്ട് എല്ലാവർക്കും ഓരോ ഡ്രോപ്പ് പപ്പ അടിച്ചു തരും. അത്രയേ ഉള്ളൂ. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവായി ഇച്ചിരിയേ ഉള്ളൂ. അടുത്തയാൾ കൊണ്ടുവരുന്നിടം വരെ നമുക്ക് അതേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് അടിച്ചടിച്ചടിച്ച് ഇത് ഒരു ദിവസം തീരുമ്പം ഇത് കളയത്തില്ല ഞങ്ങൾ. കാരണം എന്താ പറയുക, ബോട്ടിൽ നല്ല ഭംഗിയാണ്. അത് ഞങ്ങൾ എടുത്ത് ഷോക്കേസിൽ വെക്കും. നാട്ടിലൊക്കെ ഷോക്കേസ് ഉണ്ട് അല്ലേ? നാട്ടിൽ വീടുള്ളവർക്കറിയാമല്ലോ. ലിവിങ് റൂമിലൊരു ഇതുണ്ട്, അതിനകത്ത് നല്ല ഭംഗി, ഇത് നല്ല രസമാണ് കാണാൻ. അപ്പം എനിക്ക് പലപ്പോഴും ഈ വചനം വിശ്വാസത്തെക്കുറിച്ച് വായിക്കുമ്പോഴെല്ലാം എന്നോട് ദൈവാത്മാവ് സംസാരിച്ച കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് എവറി വേർഡ് ദാറ്റ് ഐ പ്രീച്ച് ഫസ്റ്റ് ഗോഡ് ടീച്ചസ് മീ ഫസ്റ്റ്. ഒരു ദിവസം എൻ്റെ കഷ്ടതയുടെ സമയത്ത് കർത്താവ് എന്നോട് ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ എക്സാമ്പിൾ നൽകി തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പെർഫ്യൂം ബോട്ടിൽ എടുത്ത് ഷോക്കേസിൽ വെക്കും. അപ്പോൾ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ ഷോക്കേസ് ഒക്കെ ഇത് കൊള്ളാലോ മോളെ, ഇത് എവിടുന്ന് മേടിച്ച ആർട്ട്? ആൻറ്റി ആർട്ടല്ല, ഇത് ഒരു പെർഫ്യൂം ബോട്ടിലോ. അയ്യോ പെർഫ്യൂം ബോട്ടിലാണോ? കണ്ടാൽ പറയത്തില്ല കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ കാണാൻ വേണ്ടി വെച്ചേക്കുക. എങ്ങാനും ആരെങ്കിലും എടുത്ത് പെർഫ്യൂം ബോട്ടിലാണോ ഒന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ എന്ത് വരത്തില്ല. കാരണം ഞങ്ങൾ തീർത്തത്, അതിനകത്ത് ഇനി ഒന്നുമില്ല. പേര് പക്ഷെ ഇപ്പോഴും എന്തുവാ പറ, പെർഫ്യൂം ബോട്ടിൽ നിന്ന് അടിച്ചാൽ വരുന്നൊരു കാര്യമുണ്ട്, കാറ്റ്. അകത്തുനിന്നൊന്നും വരത്തില്ല, പക്ഷെ കാറ്റ് വരും. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങനെ. നമ്മളെല്ലാം എന്ന് പറയുമ്പം ഈ വചനം പറയുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആദ്യ കാലത്ത് ഭയങ്കര നല്ല പെർഫ്യൂം ബോട്ടിലായിരുന്നു, നിറയപ്പെട്ടതായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സമയത്ത് ഒരാൾ വന്ന് എന്തെങ്കിലും ഒന്ന് കഷ്ടത പറഞ്ഞാൽ, പ്രശ്നം വന്ന കർത്താവ് കരുതിക്കൊള്ളും. പട്ടിണി കിടക്കുമ്പോൾ പറയും, പട്ടിണി കിടന്നാലും സാരമില്ല, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കും. ഈ സ്നാനപ്പെട്ടൊക്കെ വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ സ്നാനപ്പെട്ട ഉടനെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് വന്നാൽ ഞാൻ പോവും. കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? അപ്പോൾ വേണമെങ്കിൽ പറയാം ജീവൻ വെക്കണോ? പാട്ടൊക്കെ പാടും, ജീവൻ വെച്ചിടും. ഇപ്പം വെക്കാൻ പറഞ്ഞാൽ വെക്കുവോ? അയ്യോ മോളെ കെട്ടിച്ചില്ല, വീടിൻ്റെ പണി തീർന്നിട്ടില്ല, അയ്യോ കർത്താവ് ഇപ്പോൾ വരരുതേ. തുറന്ന് ഞാൻ പറയാം, ഞാൻ ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ മിക്ക ആൾക്കാരൊക്കെ ആയിട്ട് റെസ്പോൺസ് വരുമ്പോൾ ചിലർ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, മോളെ വേഗം വരണേന്ന് പറയരുത് എന്ന്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യമാണ്, വേഗം വരണേന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കൊതി വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോവും. അത് ആഡ് ചെയ്യുന്നതല്ല, അറിയാതെ പറഞ്ഞു പോകുന്ന. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മോളെ നീ അങ്ങനെ അവരുടെ ആൻറ്റിയുടെ വിശ്വാസം, ആൻറ്റി പുതിയതായിട്ട് വിശ്വാസത്തോട് വന്നോളൂ. അപ്പോൾ ഒരു ദിവസം ആൻറ്റി എന്നോട് പേഴ്സണലി വിളിച്ച് പറഞ്ഞു, മോളെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ,
മോള് പ്രാർത്ഥിക്കുമ്പോൾ വേഗം വരാൻ പറയല്ലേ, എൻ്റെ വീടിൻ്റെ അടിസ്ഥാനം വിട്ടതേ ഉള്ളൂ, വീടൊന്ന് പണിത് തീർന്നിട്ടേ കർത്താവ് വരാൻ മോള് പ്രാർത്ഥിക്കണേന്ന്. ഞാൻ ചോദിച്ചു, ആൻറ്റി അവിടെ വീടുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ വീട് കെട്ടി കർത്താവ് വന്ന് പോയില്ലെങ്കിൽ ആൻറ്റിക്ക് അന്ത്യക്രിസ്തുവിൻ്റെ കൂടെ ഇവിടെ വാഴാം. പക്ഷെ പോയാൽ അവിടെ വീടില്ലെങ്കിൽ അതും എന്താ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പേര് നമ്മുടെ വിശ്വാസി എന്നാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ വിശ്വാസിയാണോ എന്നറിയാൻ ഭാര്യ വിശ്വാസിയാണോ എന്ന് ഭർത്താവിനോടും ചോദിക്കണം, ഭർത്താവ് വിശ്വാസിയാണോ എന്ന് ഭാര്യയോടും ആദ്യം ചോദിക്കണം. കാരണം വീട്ടിൽ പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നം എന്തുവാ, ഒരു പ്രഷറാ. ആ പ്രഷർ വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്നറിയാം, ആർ യു എ ട്രൂ ബിലീവർ? ആദ്യത്തെ വാക്ക്, അല്ലേലും എനിക്കറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ, ഇത്രയും നാളും പാടിയിട്ട് എനിക്കെന്താ കിട്ടിയേ, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്താ, ഞാൻ എത്ര നാളായി ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലേലും കർത്താവിന് എന്നെ വലിയ ഇഷ്ടമൊന്നും അല്ല. ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെർഫ്യൂം തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പം ഷോക്കേസിൽ വെക്കുന്ന പോലെ ചർച്ച വന്നിങ്ങനെ ഇരിക്കാം. നല്ല ഭംഗിയാണ് കാണാൻ, നമ്മളെ പുറമേ കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല സ്യൂട്ടും കോട്ടും നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്ത് ചർച്ച വന്നിരിക്കുന്ന കാണാൻ എന്നാ ഭംഗിയാ. പക്ഷേ പ്രശ്നം വരുമ്പം, പ്രതിസന്ധി വരുമ്പം, ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വായിൽ നിന്ന് വരുന്നത് വരുമ്പോൾ അറിയാം, ആർ യു എ ട്രൂ ബിലീവർ ഓഫ് ഗോഡ്? നെഗറ്റീവാ വരുന്നതെങ്കിൽ ഓർത്തോ, ആദ്യ വിശ്വാസം ഇല്ല, തീർന്നു, ലെവല് തീർന്നു, ഇപ്പൊ ഷോക്കേസിലാ. പ്രശ്നമാ. കാരണം ഞാൻ പറഞ്ഞു തരാം, ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നതാ, ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തുകൊണ്ട ക്രിസ്തുവിനോടുകൂടെ വാഴാം. ഈ വിശ്വാസം ഇല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രശ്നമാ. അപ്പോൾ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റാ. ഈ വിശ്വാസം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ. ആദ്യം ഇറങ്ങിയപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം വിശ്വാസത്തിൻ്റെ ബേസിലായിരുന്നു. കർത്താവ് വിടുവിക്കുമെന്ന് എനിക്കറിയാം. ആദ്യകാലത്തൊക്കെ, ഇവിടെ കുറേ പ്രായമുള്ളവരെ കാണുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളൊക്കെ ആദ്യമായി കർത്താവിനെ അറിഞ്ഞു വന്ന സമയത്ത് ഒരു രോഗം വന്ന് ആദ്യം എന്താ ചെയ്തുകൊണ്ടിരുന്നേ? പ്രാർത്ഥിക്കും. ഇപ്പോഴോ അവരവരെ തന്നെ ഇന്ന് വാലുവേറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം എന്തുവാ, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുക. ആരെങ്കിലും ഇൻ കേസ് പറയുക, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഒട്ടും വയ്യ. പ്രാർത്ഥിക്കാം, പക്ഷേ എന്തോ പ്രശ്നം എന്തുവാ? ഇന്നതാ, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു തരിക കേട്ടോ, വെച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ്. ഇതാരാ പറയുന്നതെന്നറിയോ? വിശ്വാസികൾ. പണ്ട് വിശ്വാസികൾ അങ്ങനെ പറയത്തില്ലായിരുന്നു. അവരാദ്യം പറഞ്ഞത്, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വിലയിരുത്തണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, വിശ്വാസം കുറഞ്ഞു പോയാൽ നമ്മൾ ട്രബിളിലാണോ? ട്രബിളിലാ. അതെവിടെ എഴുതിയിരിക്കുന്നത്? വചനത്തിലുണ്ടോ സിസ്റ്ററെ? ഉണ്ട്. ഞാൻ പറയാം. ഈ അധ്യായം ഒന്ന് വായിച്ചു വരുമ്പോൾ 12-ാമത്തെ വാക്യം, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാവരുത്. ആഹാ, ബൈബിൾ ഇങ്ങനെ വാക്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ അവിശ്വാസമുള്ളവനെ ദൈവം വിളിക്കുന്ന പേരെന്നാ? നമ്മൾ ദുഷ്ടനാന്ന് ഞാനിപ്പോൾ ഫ്രണ്ട് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരു ദുഷ്ടരാന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിടും, സോറി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. സിസ്റ്ററെ, ഞങ്ങളെല്ലാം ദുഷ്ടരെന്ന് വിളിച്ചു. ഞാൻ വിളിച്ചതല്ല, കർത്താവ് വിളിച്ച പേരാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെ എല്ലാവരെയും അല്ല, എന്നെ ഉൾപ്പെടുത്തിയാ പറയുന്നേ. എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ കർത്താവിനെ അറിയത്തുള്ളൂ. വിശ്വാസം കുറയുന്നവരെ കർത്താവ് വിളിക്കുന്ന പേരെന്താ? ദുഷ്ടഹൃദയോന്ന്. നല്ല ഹൃദയമൊന്നല്ല. ഞാനതാ പറഞ്ഞേ, ഇന്ന് പാസ്റ്റർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഐ വാസ് ലൈക്ക്, ദൈവമേ, പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനത്തിൻ്റെ കൺഫർമേഷൻ ആയിരുന്നു. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് മേരി. അലബാസ്റ്റർ ജാർ കൊണ്ട് ഒഴിക്കുമ്പോൾ അവൾ നാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് അല്ലേ. അവൾക്ക് ഇന്ന് കൊടുക്കാനുള്ളത് അവൾ ഇന്ന് കൊടുക്കും. ബിക്കോസ് അവൾക്കൊരു വിശ്വാസമുണ്ട്, അവളെ എവിടെ നിന്ന് കർത്താവ് രക്ഷിച്ചെന്ന് അവൾക്കറിയാം. ആൻഡ് സ്റ്റിൽ ഷീ ഹാഡ് ദറ്റ് ഫെയ്ത്ത്. ഞാൻ ചോദിക്കുന്ന ദൈവമക്കളെ, വിശ്വാസം കുറഞ്ഞു പോയാൽ നമ്മൾ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മൾ നമ്മുടെ പിള്ളേരുടെയിലൊക്കെ എന്തെങ്കിലും സാധനം കൊടുക്കും, മുറുകെ പിടിച്ചോളണമെന്ന് എപ്പോഴാണ് പറയുന്നത്? ഏത് കാര്യങ്ങളാണ് മുറുകെ പിടിക്കണമെന്ന് പറയുന്നത്? എക്സ്പെൻസീവ് സാധനങ്ങൾ, വളരെ എക്സ്പെൻസീവായ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കെന്താ? ഹോൾഡ് ഓൺ ടു ഇറ്റ് ടൈറ്റ്ലി, റൈറ്റ്? കളയിലെ പ്രശ്നമാണ്.
ഇവിടെ ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നേ. നിങ്ങളുടെ ആദ്യ വിശ്വാസത്തെ ടൈറ്റായിട്ട് പിടിച്ചേക്കണേന്ന്, ടൈറ്റായിട്ട് പിടിക്കണമെന്ന്. പോകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോകുന്നെന്ന് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? ആരെക്കുറിച്ചാ? വിശ്വാസികളെ കുറിച്ച്. അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ ഞാൻ ഒരു വാക്യം കൂടെ വായിപ്പിക്കാം. 16 തൊട്ടുള്ള വാക്യങ്ങളിൽ 18-ാം വാക്യം ഞാൻ വായിക്കാം. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അടുത്തത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. ചിലർ പറയും ഇത് പഴയ നിയമം ഇസ്രായേലിനോട് പറഞ്ഞതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. പണ്ടത്തെ സഭയോട് പറഞ്ഞ് നമുക്കിതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതുകൊണ്ട് 4-ാം അധ്യായം തുടങ്ങിയപ്പോൾ പറയാം അതുപോലെ നമ്മളും കേട്ടിറങ്ങിയവരാന്ന്. ചിലർ പറഞ്ഞ് കേട്ടല്ലേ വിശ്വാസത്തിൽ വന്നത്? അതെ, നമ്മളും കേട്ടിറങ്ങി. ഇറങ്ങിയപ്പോൾ എന്നാ വീറായിരുന്നു. ഇറങ്ങിയപ്പോഴത്തെ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ? അത് ഞാൻ പറഞ്ഞ ജീവൻ വെച്ചിടും, യാത്ര ചെയ്യും ഞാൻ, ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഇറങ്ങിയത്. ഇപ്പൊ പാടുന്ന പാട്ട് എന്നറിയോ? വീഴാതെ നിർത്തേണമേ എന്നെ. അപ്പം അറിയാം വീഴാറായെന്ന്. പാട്ടിൻ്റെ രീതികളൊക്കെ മാറുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫെയ്ത്ത് എവിടാന്ന്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നോട് കർത്താവ് ചോദിച്ചിട്ടുണ്ട്, ഡു യു റിയലി ഹാവ് ഫെയ്ത്ത് ഇൻ മീ അക്സ? എപ്പോഴാണെന്നറിയാമോ? ലൈഫിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ മൂമെന്റ്സ് ഓഫ് മൈ ലൈഫ്. ജീവൻ മരണ പോരാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയാ ശരിക്കും നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ ദൈവം കൊണ്ടുവരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ എന്നോട് പറയാ, സിസ്റ്ററെ, the challenges that I am facing, it's so hard, I cannot explain to you, but I will tell you something, I have a doubt whether I will be able to overcome it. ഞാൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അത്ര ഹാർഡാ, ഈ ലോകത്ത് ഒരു മനുഷ്യർക്ക് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. I am happy for that word. You know why? ഇപ്പം ആരും രക്ഷിക്കുന്നില്ല, കർത്താവ് രക്ഷിക്കും. But God is asking, do you have faith in me? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് യേശു എല്ലാ മിറക്കിൾസും ചെയ്യുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 2, എനിക്കത് ചെയ്യാൻ കഴിയുന്നു, നീ? അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, കർത്താവ് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിൻ്റെ അടുക്കെ വന്നത് ശരിയാ, പക്ഷേ ഒത്തിരി പേരങ്ങനെ വരുന്നുണ്ട്. ഇതാണ്ട് പുറകെ കുറേ ലൈൻ കണ്ടോ? പക്ഷേ എനിക്കറിയേണ്ടത് നീ എൻ്റെ അടുക്ക് സ്പെസിഫിക് ആയിട്ട് വന്നപ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? കാരണം ചിലർ കൂടെ ഉള്ളവരുടെ വിശ്വാസത്തിൻ്റെ പേരിലും വരും. കർത്താവ് ചോദിക്കും, നിനക്ക് വിശ്വാസമുണ്ടോ? ഡു യു ഹാവ് ഫെയ്ത്ത്? എന്തുകൊണ്ട് അതങ്ങനെ പറയുന്നതെന്നറിയാമോ? യു നോ വൈ? കർത്താവിന് വിശ്വാസത്തിൻ്റെ പേരിലേ നമ്മളിൽ അത്ഭുതം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു കാര്യം പറയും, ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഒരു തോട്ട് വരാം, കർത്താവിനെ അറിഞ്ഞു, യേശു സ്വന്തം രക്ഷിതാവാന്ന് പറയുന്നതാണ് വിശ്വാസമെന്ന്. അതാണോ വിശ്വാസം? അത് മാത്രമാണോ വിശ്വാസം? ആണോ? കർത്താവിന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. എനിക്ക് ഏറ്റവും ബൈബിളിൽ ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കുറഞ്ഞു പോകുമ്പോൾ റീഫിൽ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞ് പെർഫ്യൂംസ് റീഫിൽ ചെയ്യാം. എങ്ങനെ റീഫിൽ ചെയ്യേണ്ടെന്നറിയാമോ? എനിക്ക് എത്ര പ്രശ്നം വരുമ്പോഴും ഞാൻ റീഫിൽഡ് ആവുന്ന ഒരു വാക്യമുണ്ട്. അതൊരു 10 വട്ടം ഞാൻ ഉറക്ക റൂമിൽ കൂടെ നടന്നു പറയും, എൻ്റെ പ്രശ്നത്തെ നോക്കി പറയും. ഏതാണെന്നറിയോ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. whenever I say that words, എനിക്ക് ഭയങ്കര സ്ട്രെങ്താ. കാരണം ഈ ലോകത്ത് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മെഡിക്കൽ സയൻസ് മരിച്ച് 2-3 ദിവസം കഴിഞ്ഞവരെ ജീവിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പുതിയ ഹാർട്ടും ബ്രെയിനും കൊടുത്തിട്ട് ഇല്ല. പക്ഷെ കർത്താവ് പറയാം, മരിച്ചവരെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിയും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ എനിക്ക് കഴിയും. എന്തോന്നില്ലെന്നാ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓർഗൻ ഡോക്ടർ പറയാം അത് ഡെഡായി, ഇനി അത് ജീവിക്കത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, നോ, അത് ജീവിച്ച് തന്നെ വരും. ബിക്കോസ് ഞങ്ങളുടെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് മരിച്ചതിനെ ജീവിപ്പിച്ചവനാ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനാ. ലാസറിനെ എങ്ങനെ ജീവിപ്പിച്ചത്? 4 നാളായി നാറ്റം വെച്ചു, അതായത് അകത്തുള്ള ഓർഗൻസ് ഒക്കെ ഏകദേശം അഴുകിപ്പോയി. ഒറ്റ വാക്ക്, ലാസറേ പുറത്തു വരിക.
ആ വാക്കിന്റെ മുമ്പിൽ വിത്തിൻ ഹൗ മെനി മിനിറ്റ്സ് യു തിങ്ക് ഓൾ ദി ഓർഗൻസ്, ബ്രെയിൻ, ഹാർട്ട് എല്ലാം റീജനറേറ്റ് ആയിട്ട് വന്നത്. ഐ ബിലീവ് ദർ വാസ് എ ന്യൂ ക്രിയേഷൻ ഹാപ്പനിങ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ എന്നുള്ള വാക്കിനകത്ത് അവന്റെ ശരീരവും ആത്മാവും സകലതും അതിനകത്തുണ്ടായിരുന്നു. But do you have faith? ഫെയ്ത്ത് ഇല്ല സിസ്റ്ററെ, എനിക്ക് ഡോക്ടറിനോ കുറച്ചും കൂടെ ഫെയ്ത്ത്. ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. ഇപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞ് അടുത്ത ദിവസം നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ഫ്ലൈറ്റായി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫ്ലൈറ്റിൽ കയറി സീറ്റിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് എയർ ഹോസ്റ്റസിനോട് ഒരു മിനിറ്റ് ഞാനത് പൈലറ്റിനെ കണ്ടിട്ട് വരാം, എന്തിനാ, ഒരു കാര്യം ചോദിക്കാനാ. അതെ, ഇത് ഫസ്റ്റ് ഫ്ലൈറ്റാണോ ഫ്ലൈ ചെയ്യുന്നത്, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ചോദിക്കാറുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ല. വൈ? നിങ്ങളുടെ ട്രസ്റ്റ് ഏതിലാണെന്നറിയോ? നിങ്ങൾ ആ പൈലറ്റിനെ സത്യം പറഞ്ഞാൽ കാണാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ശബ്ദം മാത്രമേ കേൾക്കാറുള്ളൂ, അല്ലേ? ഞാൻ കണ്ടിട്ടില്ല പൈലറ്റിനെ, പക്ഷെ ശബ്ദം അറിയാം. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കയറി ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അങ്ങ് ഇരിപ്പ് കണ്ടാൽ തോന്നും ഓ സേഫായിട്ട് അങ്ങ് എത്തൂന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, നമ്മൾ ആരും പൈലറ്റിനോട് പോയി 100 ചോദ്യം ചോദിക്കാറില്ല. ഡോക്ടർ സർജറി ചെയ്യാൻ നിങ്ങളെ റൂമിൽ കയറ്റുക OT-യിൽ. അതിനു മുമ്പ് ഹസ്ബൻഡോ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുക്കുന്നത്. നിങ്ങളിൽ എത്ര പേര് അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് അനസ്തേഷ്യ തരുന്നവനോട് ചോദിച്ചിട്ടുണ്ട് ഇത് എത്രാമത്തെ ആൾക്ക്, ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ ആളാണ് അനസ്തേഷ്യ തരുന്നതിനകത്ത് എക്സ്പേർട്ടാണോ ചോദിക്കാറുണ്ടോ? ഒരിക്കലും ചോദിക്കാറില്ല. സർജറി ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് സർജറി ചെയ്ത് എല്ലാവരും ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിക്കത്തില്ലെന്ന്. കൺസെൻറ്റ് എഴുതി അങ്ങോട്ട് കൊടുക്കുന്നത്. കൺസെൻറ്റ് ശരിക്കും നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതാ പ്രശ്നം. കൺസെൻറ്റിനകത്ത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഒന്ന് പോയി ഗൂഗിൾ അടിച്ചു കൊടുത്താൽ മതി ഒരു സർജറിയുടെ കൺസെൻറ്റ്. അതിനകത്ത് എന്താ പറയുന്നറിയോ? അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ എൻ്റെ സകലതും നിൻ്റെ മുമ്പിൽ വെച്ച് തരും, നീ എന്തോ വേണേലും ചെയ്തോ, ഈ മരിച്ചു പോയാലും എനിക്കൊരു പരാതി. മരിച്ചു കഴിഞ്ഞാൽ എന്തോ പരാതിപ്പെടാന്? പക്ഷേ ഡോക്ടർ പറയുക ഹാർട്ട് മൊത്തം തുറന്ന് പുറത്ത് വെക്കണം. അയ്യോ വെച്ചോ, ഒരു പരാതിയില്ല. ചിലപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ സർജറി ആയിരിക്കും, ചിലപ്പോൾ 10 എണ്ണം മരിച്ചിട്ട് നിങ്ങൾ 11ാമത്തെ ആയിരിക്കും. പക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മൾ ചോദ്യം ചോദിക്കത്തില്ല. പക്ഷേ ഒരു പൈലറ്റിലും ഒരു സർജനിലും നിങ്ങൾക്ക് ഭയങ്കര ട്രസ്റ്റാണ്. കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴയ്ക്കാം. പക്ഷെ കർത്താവിൽ, നിന്നെ ജീവിപ്പിച്ച, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ ഹൗ മച്ച് ഫെയ്ത്ത് ഡു യു ഹാവ്? ഞാൻ തുറന്ന് പറയും. കാരണം എന്നറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ വചനം പ്രസംഗിക്കുക അല്ലെങ്കിൽ വചനം ഇങ്ങനെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അനേകരെ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും സിസ്റ്ററെ വിശ്വസിക്കുക, ദൈവം ചെയ്യും. സിസ്റ്ററെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. സിസ്റ്ററെ ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറയാം സിസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അയ്യോ സിസ്റ്റർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉപവസിക്കരുതെന്ന്. തലമുറകളുടെ വിഷയമൊക്കെ വരുമ്പോഴേ ഉപവസിച്ച് ഒരു ഉച്ച വരെയെങ്കിലും ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കും. അയ്യോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉപവസിക്കരുത്. എന്നാന്നറിയാം, എൻ്റെ ഷുഗർ ഡൗൺ ആയി പോകും, എനിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്ന. തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴാണേ ഒരു ആൻറ്റിയോട് എനിക്ക് പറയേണ്ടി വന്ന ഒരു വാക്കുണ്ട്. തലമുറ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുക, വളരെ ട്രബിളിലാണ്. ദൈവത്തിന് മാത്രം ആ വിഷയത്തിൽ നിന്ന് ആ തലമുറയെ പുറത്ത് കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് എ ഡേ ഉച്ച വരെ ആൻറ്റി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ. നിങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ടിരിക്കുക. മോളെ എനിക്ക് ബ്ലഡ് പ്രഷർ കൂടിയിരിക്കും, എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ദൈവാത്മാവ് എന്നോട് പ്രാർത്ഥിക്കാനല്ല ആൻറ്റി പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു യു ഹാവ് ടു സിറ്റ് ഫോർ ഫാസ്റ്റിംഗ്. ഞാൻ ദൈവം പറഞ്ഞത് പറഞ്ഞു. ഇറ്റ്സ് അപ് ടു യു, ഒബീഡിയൻസ് ഇസ് അപ് ടു യു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ന്യൂസ് വന്നു, ആ കൊച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഞാൻ കാണാൻ ചെന്നപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള ആൻറ്റിമാരെല്ലാം നടുക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാം സിസ്റ്റർ ഇച്ചിരി വെള്ളമെങ്കിലും കുടിക്കുക. വേണ്ട, എനിക്ക് കുടിച്ചാൽ ഇറങ്ങത്തില്ല. ഇഡലി കഴിക്കുക. അയ്യോ ഇറങ്ങത്തില്ല. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ നിൽപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ തോട്ട് തരിക. കൊച്ച ICU കിടക്കുമ്പം വെള്ളം ഇറങ്ങുമോ? ഇല്ല. ഇഡലി ഇറങ്ങുമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫുഡ് തരാം, ഇറങ്ങുമോ? അമ്മമാരെ ഇറങ്ങുമോ? ഇറങ്ങത്തില്ല. കാരണം എന്താ? കൊച്ച ICUവിലാണ്. ഇപ്പം ബ്ലഡ് പ്രഷർ പ്രശ്നമല്ലേ? ഇതേ ഡോക്ടർ ഇന്നും ജീവനോടെ ഇല്ലേ? ഡോക്ടർ പറഞ്ഞല്ലേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന്. ഇപ്പം എന്താ കുടിക്കാത്തെ കഴിക്കാത്തെ?
അത് ഇറങ്ങത്തില്ല. ഞാൻ ഈ പറയുന്നതിൻ്റെ പോയിന്റ്, നമ്മളോട് നമ്മുടെ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഹി ഈസ് ഇൻ കൺട്രോൾ. കൺട്രോൾ ഉള്ളവനാ ചെയ്യാൻ പറയുന്നത്. ബട്ട് വി ഒബേ ഹ്യൂമൻ ദാൻ യുവർ ക്രിയേറ്റർ. നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടോ ദൈവത്തെ നമ്മൾ എത്രത്തോളം വിഷമിപ്പിക്കണമെന്നറിയോ? വെൻ യു ഹാവ് ഡിസ്ബിലീഫ്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുമ്പം അപ്പൻ്റെ ഹൃദയം വേദനിക്കുക. അപ്പം പറയാം, മോളെ ഞാൻ ആ കാര്യം ടേക്ക് കെയർ ചെയ്തോളാം, മോനെ ഞാൻ ചെയ്യാം. പക്ഷെ നമ്മൾ പറയും, കർത്താവേ അത് അങ്ങ് ചെയ്താൽ ശരിയാവത്തില്ല. ഇത് ആരോടായി പറയുന്നേ? നമുക്ക് നോളജ് കൂടിപ്പോയി. ബിക്കോസ് വി ആർ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. യു നോ, നേഴ്സസിനും ഞാൻ പറഞ്ഞ ഐ എം എ നേഴ്സ്. ഒക്കെ ഐ വാസ് എ നേഴ്സ്, നോട്ട് നൗ, ഐ വാസ് എ നേഴ്സ്. അപ്പോൾ നോളജ് ഭയങ്കര, അതിൻ്റെ പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ കൂടെ ആയതുകൊണ്ട് ഭയങ്കര നോളജ്. അപ്പോൾ എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് നോളജും ബൈബിളുമായിട്ട് ചേർന്ന് പോകത്തില്ല, രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. നമ്മളോട് ദൈവം പറയുന്ന ഇന്ന ചെയ്യാൻ, പക്ഷെ നമ്മൾ പഠിച്ച നോളജ് എന്ത് പറയുന്നറിയോ? അത് ചെയ്താൽ പ്രശ്നമാണെന്ന് പറയും. അപ്പം നമ്മൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അവിശ്വാസം വലിയ പ്രശ്നമാണോ? ശിഷ്യന്മാർ പോലും പ്രാർത്ഥിച്ചില്ലേ ഞങ്ങളുടെ അവിശ്വാസത്തെ മാറ്റി വിശ്വാസം വർദ്ധിപ്പിക്കണേന്നില്ലേ? അവിശ്വാസം ഡേഞ്ചറസ് ആണോ? എൻ്റെ ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ ഉത്തരം തരണം. അവിശ്വാസമുള്ളവർ സ്വർഗത്തിൽ പോവോ? കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവോ? എനിക്ക് ബാക്കി എല്ലാ ഏരിയയും ഞാൻ പെർഫെക്റ്റ് സിസ്റ്ററെ, പിന്നെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഇച്ചിരി ഒരു അവിശ്വാസമുണ്ട്, ദൈവത്തിന് മൊത്തം അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു പ്രശ്നം. റെവലേഷൻസ് ചാപ്റ്റർ 21 വേർഡ്സ് 8 ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗരാജ്യത്തിൽ കടക്കാത്തവർ. വെരി ഗുഡ്. അവിശ്വാസികൾ എവിടെ പോകത്തില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഏത് അവിശ്വാസിയാണെന്നറിയോ? ഞാൻ അതിൻ്റെ ഒക്കെ പോയി വേർഷൻസ് പോയി നോക്കി. ഐ തോട്ട് ഇറ്റ് ഈസ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരാ. പക്ഷെ ഞാൻ അതിൻ്റെ ഇൻഡെപ്ത് പോയി പഠിച്ചപ്പം കർത്താവ് എന്നോട് പറയാ, അവരെന്നെക്കുറിച്ച് കേട്ടു, അവർക്ക് എന്നെ വേണ്ട, അതുകൊണ്ട് വിട്ടു, അതുകൊണ്ട് കർത്താവിന് കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഏറ്റവും കൂടുതൽ ശിക്ഷ തരുന്ന ആർക്കാണെന്നറിയാവോ? കർത്താവ് ആരെന്ന് അറിയാം. ഇത് അറിഞ്ഞോണ്ടാ ഇറങ്ങി തിരിച്ചത്, എല്ലാം വിട്ടു ഇറങ്ങി. പക്ഷെ ഇപ്പം നമ്മൾ ആരായി മാറി? അവിശ്വാസിയായി മാറി. നിങ്ങളുടെ ആക്ഷൻ കൊണ്ടാ. ഞാനതിൽ പറഞ്ഞേ, pastor was telling that you can wear a mask of faith, പക്ഷെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ സംസാരിച്ചിരിക്കും. യു cannot hide it. ആ മാസ്ക് ഒരിക്കൽ അഴിയും. പ്രശ്നം വരുമ്പോൾ അത് അഴിഞ്ഞിരിക്കും. ഡോക്ടർ വന്ന് നെഗറ്റീവ് റിപ്പോർട്ട് പറയുമ്പോൾ അത് അഴിയും. അയ്യോ പാസ്റ്ററെ എനിക്ക് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറയും. അപ്പം എന്തുവാ? ഹൃദയത്തിൽ അത് വന്നു. സോ ഇഫ് യു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ റീബിൽഡ് ഇറ്റ്? ഹിയർ ഫെയ്ത്ത്. വിശ്വാസം കേൾവിയാൽ വരുന്നു. ഇന്ന് നിങ്ങൾ എന്തുവാ കേൾക്കുന്നത്? വാട്ട് യു ഹിയർ ദാറ്റ് മാറ്റേഴ്സ്. നിങ്ങൾ വിശ്വാസമാ കേൾക്കുന്നതെങ്കിൽ വിശ്വാസം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. ഹിയർ ദ ഫെയ്ത്ത് ടെസ്റ്റിമണീസ്. വചനം പോയി വായിക്കണം. വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. പക്ഷെ ഇഫ് യു ഡോണ്ട്, വിശ്വാസത്തിൽ തണുത്ത് തണുത്ത്, ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ. ഇത് ആരെക്കുറിച്ചാ പറഞ്ഞെന്നറിയാമോ? വിശ്വാസികളെ കുറിച്ചാ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞവർ, പെർഫ്യൂം പണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നെന്ന്. ഞാൻ ഈ വചനം എനിക്ക് തന്ന സമയത്തുള്ളിൽ നിർത്തുകയാണ്. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിമണി നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് എന്നെ ടെസ്റ്റിൽ കൂടെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ടെസ്റ്റിമണി ഉണ്ട്. പെട്ടെന്ന് പറയാം. ലാസ്റ്റ് 2023 ജാനുവരി ഞാൻ ആക്ച്വലി നാട്ടിലായിരുന്നു. എൻ്റെ നാട്ടിൽ പോയി പപ്പായും മമ്മിയൊക്കെ കണ്ട്. അവിടെ നാട്ടിലൊക്കെ ആണ്ടതി യോഗം, ഇയർ എൻഡിങ് പ്രെയർ ഉണ്ട്. ആ പ്രെയർ കഴിയുമ്പോൾ എല്ലാവർക്കും ഓരോ പ്രോമിസ് വേർഡ്സ് കൊടുക്കും. അപ്പം ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അപ്പം എൻ്റെ പപ്പ പ്രാർത്ഥിച്ചിങ്ങനെ ഓരോരുത്തർക്ക് വചനം കൊണ്ട് കൊടുക്കും. അപ്പം ഞാനും ഒരു വചനം എടുത്തു, എൻ്റെ ഹസ്ബൻഡ് ഒരു വചനം എടുത്തു. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ കിട്ടിയ വാക്യം ഇതായിരുന്നു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അച്ഛൻ ഈ വാക്യം വായിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, മരിക്കത്തില്ലെന്നോ ദൈവമേ. അപ്പം ഞാനും കേട്ടു, കർത്താവേ മരിക്കത്തില്ലെന്നോ. അപ്പം എനിക്കറിയാം ടെസ്റ്റ് വരുന്നുണ്ട്. ഐ നോ സംതിങ് ഈസ് ഗോയിങ് ടു കം. പക്ഷെ ഒരു ഹോപ്പ് ഉണ്ട് അതിനകത്ത്. എന്തുവാ? ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആണ്ടർദൈവത്തിന് ആദ്യത്തെ മൂച്ചൊക്കെ നമുക്കുണ്ടല്ലോ. സോ വി ആർ ഇൻ ദ സ്പിരിറ്റ്. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഇങ്ങനെ ദിവസങ്ങളൊക്കെ പോയി. വി കെയിം ബാക്ക് ടു US. ഞങ്ങളുടെ ലൈഫ് ഒരു കുഴപ്പമില്ലാത്ത. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലിയില്ല. December 1 എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് കയറി.
ഹോം ഹെൽത്ത് നഴ്സിംഗ് ആയിട്ട് ജോലിക്ക് കയറി. സോ ആ December 1st ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോ ഐ വാസ് സിറ്റിംഗ് ഇൻ ദ പ്രെയർ റൂം ആൻഡ് ഐ വാസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് ഫോർ അവർ ഫാമിലി ലൈഫ്, ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളെ കുടുംബമായിട്ട് അങ്ങ് മിനിസ്ട്രിക്ക് ഇറക്കിയത്, പക്ഷേ ഞാൻ മാത്രമേ ഇപ്പം ഫുൾ ടൈമിൽ ചെയ്യുന്നുള്ളൂ. എൻ്റെ അച്ഛൻ ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ. ആൻഡ് ഹീ ഈസ് നോട്ട് ലൈക്ക് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, പക്ഷേ അങ്ങ് വചനം തന്നല്ലോ, ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സോ ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഇത് December 1st, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. 5-ാം തീയതി ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക്, ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. 4 പേര്, അപ്പൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ. അതിലൊരു മോളുണ്ട്. ഷീ വാസ് ഓൾമോസ്റ്റ് 20 years old. ആ മോളെ ദൈവകൃപയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് അവളുടെ ഒരു സ്പിരിച്വൽ മെൻറ്ററാണ് ഞാൻ. സോ അവൾ എൻ്റെ അടുക്ക് വന്നു, ചേച്ചി, ഐ എം ഹിയറിംഗ് അബൌട്ട് ഹോളി സ്പിരിറ്റ് ആൻഡ് ഐ റിയലി വാണ്ട് ടു ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ചേച്ചിയുടെ ഞാൻ വന്നോട്ടെ. ഞാൻ വരാൻ പറഞ്ഞു. സോ ഷീ വാസ് സ്റ്റേയിങ് വിത്ത് മീ ഓൺ 4th, 5th and 6th. സോ അവളിരുന്നു. ഞങ്ങൾ 4-ാം തീയതി ഇരുന്നു, പ്രാർത്ഥിച്ചു. ഒന്നും നടന്നില്ല. സോ ഷീ വാസ് ലിറ്റിൽ സാഡ്. ഞാൻ പറഞ്ഞു, നോ മോളെ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സോ വി വർ വെയിറ്റിംഗ് ആൻഡ് ചുരുക്കി പെട്ടെന്ന് ഞാൻ പറയുക, 5-ാം തീയതി അവൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താന്ന് അറിഞ്ഞു. 5-ാം തീയതി അഭിഷേകത്താൻ നിറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ദ നെക്സ്റ്റ് ഡേ 6-ാം തീയതിയാണ്. സോ അച്ഛന് ജോലി കഴിഞ്ഞ് വന്ന് ഓറിയൻറ്റേഷൻ നടക്കും. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് രാവിലെ ഓറിയൻറ്റേഷന് പോകണം. സോ ഐ ഹാവ് ടു സ്ലീപ്പ് ഏർലി. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുടുംബ പ്രാർത്ഥന ചെയ്ത് കഴിച്ചിട്ട് കിടക്കാം. ഞാൻ പറഞ്ഞു, യെസ്, ഫൈൻ. അപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, ചേച്ചി, ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നില്ല, ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് യു. ഞാൻ പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ സ്റ്റേ. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഈ മോള് എന്നോട് പറഞ്ഞു, ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഞാൻ ഈ മോളോട് പറഞ്ഞു, യു പ്രേ ഫോർ അവർ ഫാമിലി. ഹിന്ദു കൊച്ചാട്ടോ, അവൾ വന്നതേ ഉള്ളൂ, വിശ്വാസമില്ല. അത് ഷീ ഈസ് നോട്ട് ലൈക്ക് മെച്ചുവേർഡ് ക്രിസ്ത്യൻ ഒന്നും ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ, അഭിഷേകം പ്രാപിച്ചതേ ഉള്ളൂ കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് പ്രാപിക്കും, കാരണം ദേ ഡോണ്ട് ഹാവ് ഡൗട്ട്. അവർ ക്രിറ്റിസിസം ഒന്നുമില്ല, പെട്ടെന്ന് കിട്ടും. അവളെ ദൈവം പ്രവചനാത്മാവിൽ അങ്ങോട്ട് നിറച്ചേ. എനിക്കറിയത്തില്ലായിരുന്നു അത്. അറിഞ്ഞത് അപ്പോഴാണ്, പ്രാർത്ഥിക്കാനിരുന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, മോള് പ്രാർത്ഥിക്കണം. അവളെ മലയാളത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരത്ത് അവർ നേരെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി, കാരണം എൻ്റെ ഹസ്ബൻഡ് മലയാളം അറിയത്തില്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. എന്നെ ഇങ്ങനെ തോണ്ടി. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഹോളി സ്പിരിറ്റ് ഇസ് ഷോയിങ് മീ എ വിഷൻ, ഐ ഹാവ് ടു ടെൽ യു ദാറ്റ്. ഞാൻ പറഞ്ഞോളാൻ. പീറ്റർ ചാൾസൺ ഇസ് ഗോയിങ് ടു സ്റ്റാൻഡ് ഓൺ ദ സ്റ്റേജ് ആൻഡ് preach the word and testify what God have done in his life. And I can see a crowd sitting in front of him, more than 100 people. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അച്ചാച്ചൻ ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, എന്നേ പറയുന്ന ഒരാളാ, അച്ചാച്ചൻ പ്രസംഗിക്കുന്നോ, വചനം പറയുന്നു, ഐ കനോട്ട് ഇമാജിൻ. അപ്പം എനിക്കത് പെട്ടെന്ന് കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബട്ട് വി വർ സ്റ്റേയിങ് ദെയർ. പെട്ടെന്ന് പോകട്ടോ. അങ്ങനെ ഇരിക്കുമ്പം ഇവളിത് പറഞ്ഞു. അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു നിർത്തി. ഞങ്ങൾ എഴുന്നേറ്റപ്പം ലിവിങ് റൂമിലേക്ക് ഞാൻ വന്നു. ഞാൻ കിച്ചണിൽ പാത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മിസ് ഇങ്ങനെ നിൽക്കുക. എൻ്റെ പിള്ളേർ ഓടി കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് അച്ഛൻ താഴോട്ട് ഒറ്റ ഏറ്. ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ ഫോൺ. ഐ വാസ് ലൈക്ക്, ഫോൺ എടുത്ത് എറിയുന്നതും കയ്യിൽ നിന്ന് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എറിയുമ്പോൾ അത്ര ഫോഴ്സിലല്ലേ. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ കുനിഞ്ഞ് ഇത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. ഞാൻ ഓർത്ത് കളിയാണ്, കാരണം എൻ്റെ അച്ഛൻ കുറച്ച് തമാശ കാണിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഞാൻ ഓർത്ത് പിള്ളേരുടെ ഇടയ്ക്ക് കളിക്കുവാന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി. ബട്ട് ഇറ്റ് വാസ് നോട്ട്. ഹി വാസ് ലിറ്ററലി ത്രോയിങ് ആൻഡ് ഹി ഈസ് ട്രൈങ് ടു ഗ്രാബ് ഇറ്റ്. ഹി ഈസ് നോട്ട്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അച്ഛൻ ആർ യു ഓക്കെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയി. ബിക്കോസ് അതുവരെ നോർമലായിരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസ് മാറി, ഞരമ്പൊക്കെ ഇവിടെ പിടയ്ക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഒരു മുഖം, ഒരു വശം, ഒരു സൈഡിലോട്ട് അങ്ങ് കൂടിപ്പോയി. കണ്ടപ്പോഴേ എനിക്കറിയാം ഇറ്റ് ഇസ് എ സൈൻ ഓഫ് സ്ട്രോക്ക്, ബിക്കോസ് ഐ എം എ നേഴ്സ്. സ്ട്രോക്കാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഭയം വന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കൈ ഇങ്ങനെ വളഞ്ഞ് തളർന്ന് പോവാ. അപ്പോൾ എനിക്കറിയാം വീഴും. ഞാൻ ഓടിപ്പോയി ഗ്രാബ് ചെയ്തിട്ട്, അറിയാമല്ലോ നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെ ക്യാരി ചെയ്യാനുള്ള ആരോഗ്യമില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് വലിച്ചുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ ചെയറയിലിരുത്തി. കാലപ്പോഴത്തേന് തളർന്നുപോയി, കൈയും തളർന്നു. അച്ഛനോട് ഞാൻ കൈ അനക്കാൻ പറയുമ്പോൾ ഹീസ് നോട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് പറയുക, ഇതിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചിന്ത, ഗോഡ് വൈ ദിസ് ഇസ് ഹാപ്പനിങ്. ഇപ്പൊ പ്രാർത്ഥിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഈ മോളെ കോൾ 911. ഓഫ് കോഴ്സ് ദാറ്റ്സ് വാട്ട് വിൽ ഡു. 911 വിളിക്കാൻ ഈ മോളോട് പറഞ്ഞു, ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ്. ഐ നോ ദർ ആർ ലോട്ട് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് സിറ്റിംഗ് ഹിയർ. ദിസ് ഇസ് എ ട്രൂ ടെസ്റ്റിമണി ആൻഡ് ദ പീപ്പിൾ വിറ്റ്നസ് ഇസ് ദേർ. ഇറ്റ്സ് സ്റ്റിൽ അലൈവ്. യു ക്യാൻ കം ആൻഡ് ആസ്ക് ദം. ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റോറി, റിയൽ ലൈഫ് ടെസ്റ്റിമണി. എൻ്റെ അച്ചാച്ചൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നു. ഇപ്പുറത്തെ വശത്ത് ഈ മോൾ ഓടിപ്പോവാ. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. 911 അവൾ ഡയൽ ചെയ്യുക. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി 911 കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ കിട്ടും,
നോ ചാൻസ്, ഇറ്റ് വിൽ. നോ ചേച്ചി, ലുക്ക് 911 ഡയലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, ബട്ട് അതർ സൈഡിൽ ആരും പിക്ക് ചെയ്യുന്നില്ല. അതായത് ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, റിങ് ഉണ്ടെന്നോ ഒന്നുമില്ല, ജസ്റ്റ് ഷോയിങ് ഡയലിംഗ്. ഡിസ്കണക്ട് ചെയ്തു, പിന്നെ അവൾ വിളിച്ചു, കിട്ടുന്നില്ല, പിന്നെയും വിളിച്ചു. ദാറ്റ് ഈസ് ഹെർ പാർട്ട്. ദിസ് ടൈം വാട്ട് ഐ ഡു, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആദ്യം എൻ്റെ മമ്മിയെ വിളിക്കും. ബിക്കോസ് എൻ്റെ മമ്മി മരുന്ന് ഉപയോഗിക്കത്തില്ല. ഷീ വിൽ പ്രേ ആൻഡ് ഷീ വിൽ, പുള്ളിക്കാരി ഭയങ്കര ഒരു പ്രെയർ വാരിയർ. എനിക്ക് ആകെ വിളിക്കാനുള്ള ഫസ്റ്റ് ലൈഫ് ലൈൻ എൻ്റെ മമ്മിയാണ്. എൻ്റെ ഫോണിൽ ഇന്നും ആ എവിഡൻസ് കിടപ്പുണ്ട്. ഐ ഡയൽ ഹെർ ത്രൂ വാട്സപ്പ് 6 times ആൻഡ് ഇറ്റ് സേസ് നോ ആൻസർ. പേടിച്ചു പോയി. 7ാമത് ഡയൽ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ എഴുതിയേക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. എൻ്റെ ഫോണിൽ വൈഫൈ ഉണ്ട്, ഡേറ്റ ഉണ്ട്, രണ്ടും വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫോൺ എടുത്ത് സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഓൾറെഡി എഴുതി വെച്ചേക്കോ നോ നെറ്റ്വർക്ക് കണക്ഷൻ. ഇത്രയും വരുമ്പോൾ നമ്മൾ, ഇറ്റ് ഈസ് നൈറ്റ് 10:30, ഓക്കെ, നൈറ്റ് 10:30. പെട്ടെന്ന് വെപ്രാളം കയറി ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ വാസ് ലൈക്ക് ഗോഡ് വാട്ട് വിൽ ഐ ഡു. എൻ്റെ 2 കുഞ്ഞുങ്ങളും കരയുക. എനിക്കെന്തോ എൻ്റെ ജീവിതം തീർന്നു എന്ന് തോന്നുക. അച്ചാച്ചൻ ഒരു വശത്തോട്ട് കോടിയിട്ട് ഇങ്ങനെ ഡ്രൂളിംഗ് ഉണ്ട്. അച്ചാച്ചന് സംസാരിക്കാൻ പറ്റുന്നില്ല, സ്ലേർഡ് സ്പീച്ച്. ഒരു നിമിഷം എൻ്റെ ജീവിതം എല്ലാം തീർന്നെന്ന് ഞാൻ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ഈ മോളോട് ചോദിച്ചു, മോൾ എന്നോട് ചേച്ചി എന്തോ ചെയ്യണം? ഞാൻ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു വാട്ട് ടു ഡു. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് തോണ്ടിയിട്ട് പറയാം നോ 911 യു പ്രേ. എനിക്കത് തിരിയുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട് പ്രേ. അത് മാത്രമേ എനിക്ക് തിരിഞ്ഞു. ഞാൻ ഓർത്ത് എന്തോ പ്രാർത്ഥിക്കണ്ടേ, ഐ ഡോണ്ട് നോ വാട്ട് ടു പ്രേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു കൈ സ്വർഗത്തിലോട്ട് ഉയർത്തിട്ട് ചോദിച്ചു, ഗാഡ് ഈ രാത്രി ഞാൻ ആരെ വിളിക്കും? എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. Whom shall I call? Nobody is there to help me. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൈവമക്കളെ എൻ്റെ ചെവിയിൽ ഞാൻ ഒരു ദൈവശബ്ദം കേട്ടു, call upon me, I will answer you. Jeremiah 33:3. എനിക്കിതൊരു മെമ്മറി വേർഡ്സ് ആയിട്ട് ഈ വാക്യം അറിയത്തുള്ളൂ, തിയറി അറിയത്തുള്ളൂ, പ്രാക്ടിക്കൽ അറിയത്തില്ല. ഞാൻ ആ ദൈവശബ്ദം കേട്ടു, call upon me, I will answer you. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കണം. പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. only thing what I did, എൻ്റെ ഹസ്ബൻഡിനെ കയ്യിലോട്ട് പിടിച്ചിട്ട് ഞാൻ ഇമോളോട് പറഞ്ഞു ലെറ്റ്സ് പ്രേ എന്ന്. 2 പേരും കരം കോർത്ത് പിടിച്ചു. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. നമ്മൾ ബലഹീനരാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Hallelujah. That's why God gave the Holy Spirit. ഇത് ആ മോക്കും കൂടെ ഒരു പ്രാക്ടിക്കൽ ആയിരുന്നു. She just received the Holy Spirit. എന്താ പറ്റിയെന്ന് പറയട്ടെ, എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഇംഗ്ലീഷും വരുന്നില്ല, മലയാളവും വരുന്നില്ല. ബട്ട് ഓൺലി വൺ തിങ് ഐ റിമെമ്പർ, ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി ആത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ഇൻ ടങ്സ്. ഉറക്കെ തന്നെ പ്രാർത്ഥന തുടങ്ങി, തന്നെ പ്രാർത്ഥന അവസാനിച്ചു. ഇവളും കൂടെ പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് വെയിറ്റ് ഇല്ല. നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ ഇരിക്കുന്നു. കോടിപ്പോയ ഫേസ് നോർമലായി, ഡ്രൂളിങ് സ്റ്റോപ്പായി. ഹീസ് ലൈക്ക് ഹണി ഐ എം ഓക്കെ. I was like, what? Are you fine? Yes. നടന്നു പോകാൻ പറ്റാത്തതിനെ വലിച്ചോണ്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ നെറ്റ്വർക്കും ദൈവം സ്റ്റോപ്പ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? ടു ടീച്ച് അസ് എ വേർഡ്സ്, കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. അന്ന് എന്നോട് കർത്താവ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അക്സ വേർ ഇസ് യുവർ ഫെയ്ത്ത്? നീ ആദ്യം ആരെയാണ് വിളിച്ചത്? 911. ബിക്കോസ് നിന്റെ ബുദ്ധിയിൽ നിനക്ക് എന്നേക്കാൾ വലുത് എന്താണെന്നറിയോ? മെഡിക്കൽ സയൻസ്. ബിക്കോസ് ഹൂ ആം ഐ? എന്നോട് ചോദിച്ചു ഞാൻ ആരാ? പീറ്റർസന്റെ സൃഷ്ടാവ്. ഒറ്റ വാക്ക് സർജറി വേണ്ടി വന്നോ? നോ. ഒറ്റ പ്രാർത്ഥന ഹീലിംഗ് തന്നു. ചുരുക്കി പറയാം, ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ളവർ വന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയി. CT സ്കാനിൽ എവറിത്തിങ് വാസ് നോർമൽ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ദ നെക്സ്റ്റ് ഡേ MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ന്യൂറോസ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഹാർഡ് ടു ഹിയർ ബട്ട് യുവർ ഹസ്ബൻഡ് ഹാഡ് എ മൈനർ സ്ട്രോക്ക് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ. പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം, ബട്ട് വി ആർ അമേസ്ഡ് ബിക്കോസ് വി കനോട്ട് ഫൈൻഡ് എ ക്ലോട്ട്. മനസ്സിലായോ? MRI ഞങ്ങൾക്ക് ഷോക്ക്, ബിക്കോസ് ദർ ഇസ് നോ ക്ലോട്ട് കാണുന്നില്ല അവിടെ. ഇറ്റ് ഇസ് ഡിസപ്പിയേർഡ്. എന്നിട്ട് പറയാ മൈനർ സ്ട്രോക്ക് വന്ന് കൈയും കാലും അങ്ങനെ തളർന്നാൽ ഇറ്റ് ഈസ് ഹാർഡ് ടു റീഗെയിൻ ദ സ്ട്രെങ്ത്. നിന്റെ ഹസ്ബൻഡ് നടക്കുന്നു, കൈ കൊണ്ട് വേർക്ക്, വെള്ളം കൊടുത്തു നോക്കി കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇറ്റ് ഇസ്, എന്നിട്ട് പറയും യു ആർ സോ ലക്കി. ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ലക്ക്, ഇറ്റ് ഇസ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. എൻ്റെ ഹസ്ബൻഡ് അന്ന് വരെ അങ്ങനെ ആരോടും അധികം സംസാരിക്കാത്ത ആളാ. പക്ഷെ ഞാൻ ചുരുക്കുക, അവിടെ കൊണ്ട് നിർത്തുക. പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ നടക്കുമല്ലേ? ഇത് തേഴ്സ്ഡേ നടക്കുന്നു.
ആ സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ ആദ്യമായി എൻ്റെ അച്ചാച്ചൻ സ്റ്റേജിൽ നിന്ന് ഹല്ലേലൂയ 100 പേരുടെ മുമ്പിൽ നിന്ന് മൈക്കെടുത്ത് കർത്താവ് ചെയ്ത അത്ഭുതത്തെ വിളിച്ചു പറഞ്ഞു. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഹിസ് മിനിസ്ട്രി ഫ്രം ദാറ്റ് ഡേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് ദോഷമായിട്ട് വല്ലതും ചെയ്യുമോ? ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാ. ഹല്ലേലൂയ. അന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തത്. വാട്ട് ഈസ് മൈ ഫസ്റ്റ് റെസ്പോണ്ട് ആസ് എ ബിലീവർ? ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഓർക്കണം, അവിശ്വാസം പ്രശ്നമാണോ? പ്രശ്നമാ. അവിശ്വാസികൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇച്ചിരി കുറച്ച് വിശ്വാസത്തിൽ കുറവേ ഉള്ളൂ. പ്രശ്നമാ. കർത്താവിൻ്റെ കാഹളനാദം വിശ്വാസം ഇല്ലാത്തവർ കേൾക്കത്തില്ല. വിശ്വാസമാണ് നമ്മളെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർ സംബഡി ഐ എം ടെല്ലിങ് യു ദിസ്, നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രതിസന്ധിയിൽ സ്പീക്ക് ഫെയ്ത്ത്, ഡിക്ലെയർ ദ ഫെയ്ത്ത്. വിശ്വാസം എന്ന പരിച, ഹല്ലേലൂയ, എടുക്കണം. ഡിക്ലെയർ ഫെയ്ത്ത്. God will do great things in your life. ഞാൻ ഇപ്പോഴും പറയുന്നത് എൻ്റെ പിള്ളേർക്കൊക്കെ, യങ് പീപ്പിൾ, this is one of the last word I want to let you know. In any emergency, not 911. If you ask me, Chechi, does God have a phone number? Yes. You know what is the phone number? 333. Yes. Jeremiah 33:3. And that is his phone number. Call upon me and I will answer you. If there is no network, no problem. If your dad and mom is not around you in an emergency, don't worry. Call upon his name. He will answer you in every situations of your life. May God bless you all. Thank you. Manna TV online Christian channel. Manna TV വിശ്വാസത്തിന്റെ വഴിയിൽ നിങ്ങളോടൊപ്പം.